പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കമന്റിൽ തെറി വിളിക്കുന്നത് ഒരു പ്രത്യേക സമുദായക്കാരാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്തോ, പേര് മുസ്ലിം സമുദായമായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ തെറി വിളിക്കുന്നത്. സുലൈമാനാടാ, പ്രൈസലോടൊന്ന് വിളിക്കുന്ന തൊള്ള കൊണ്ട് പച്ച കള്ളം പറയലടാ. എന്താടാ സുലൈമാന നീ ഇങ്ങനെ? എന്നെയും എന്റെ ഭാര്യനെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അടുത്ത് പോയിട്ട് എന്റെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും, എന്റെ അടുത്ത് വന്നിട്ട് അവളുടെ കുറ്റവും പറഞ്ഞ കമന്റ് എഴുതും. ഭയങ്കര രസം കാണാൻ ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് കാണാൻ. എടാടാ സുലൈമാനടാ, മുസ്ലിങ്ങൾക്ക് അതാണല്ലോ പണി, നിന്റെയും നിന്റെ ഭാര്യനെയും കുത്തിത്തിരിപ്പ് പറഞ്ഞ് പിരിപ്പിക്കലേ. വേറെ പണിയൊന്നുമില്ല മുസ്ലിങ്ങൾക്ക്. എടാ ചങ്ങാതി, നീ തന്നെയല്ലടാ ലൈവിൽ വന്ന് തൊള്ളയിട്ട് കരഞ്ഞു കൂവിയത്. നിന്റെ ഭാര്യ കള്ളു കുടിക്കാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങാറില്ല എന്ന് നീ തന്നെയല്ലടാ ഓളെ വിളിച്ചു കൂവിയത് ലൈവിൽ വന്നിട്ട്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു, നീ ആകെ തൂറി മെഴുകുകയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അപ്പൊ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയണല്ലടാ. എന്തിനാടാ ഇങ്ങനെ തൂറി മെഴുകണ സുലൈമാനെ? ഉളുപ്പുണ്ടോ അതെനിക്ക്? ഒരുതരം ജിഹാദാണ് നടത്തുന്നത്, ഒരുതരം ജിഹാദ്. അപ്പൊ ഇന്നലെ തന്നെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ മെസ്സേജ് ഒക്കെ കണ്ടത്. ആ സമയത്ത് ഞാൻ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ തെറി പറയുന്നു, ഞാൻ എന്താ ചെയ്യാം? എടാ സുലൈമാന, നീ ഇനി ഒന്നും ചെയ്യണ്ട, ആ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് കുനിഞ്ഞു നിൽക്ക്. എടാ ഉളുപ്പുണ്ടടാ സുലൈമാനെ, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടടാ നിനക്ക്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി മതം സ്വീകരിച്ച് ആ ക്രിസ്ത്യാനികളെ പറ്റിക്കൽ മാത്രമല്ല, ജനങ്ങളെ മൊത്തവും ഭാര്യയും ഭർത്താവും കൂടി പറ്റിച്ച് നക്കി തിന്നിട്ട് ഇപ്പൊ കറന്ന് മോങ്ങണ. ഇനി നീ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോണില്ല അല്ലേ? അപ്പൊ ഒരു പുതിയ 12ാമത്തെ അടവെടുക്കുക, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ ജിഹാദി മാങ്ങാത്തുലി തേങ്ങാക്കൊല എന്നൊക്കെ ഇറക്കുക പുതിയ അടവ്. ഉളുപ്പുണ്ടടാ അങ്ങനെ മുസ്ലിങ്ങളുടെ വില കളയാനായിട്ട്? എടാ അടുത്തൊരു മതത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ മതത്തിനനുസരിച്ച് ജീവിക്കടാ. നല്ല നിലയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണേ. അപ്പൊ ഈ മുസ്ലിമീങ്ങൾ ഇത്രയും തെറി എഴുതും, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എനിക്ക് മനസ്സിലായത്, ഞാൻ അവർക്ക് വേണ്ടി നന്മ ചെയ്യണം. അവർക്ക് വന്ന് ഇങ്ങനെ ഓരോ തെറി പറയുമ്പോഴും പ്രാർത്ഥിക്കട എന്ന് പറയുന്നതുകൊണ്ട് തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി നന്മ ചെയ്യും. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട, മുസ്ലിങ്ങൾക്ക് വേണ്ടി നന്മയും ചെയ്യണ്ട. നീ നിന്റെ കുടുംബം തൊലിഞ്ഞ് ആകാൻ മൂഞ്ചി തൊലിഞ്ഞില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തെ ഒന്നാക്കാൻ. മനസ്സിലായ? നീ മുസ്ലിങ്ങളെ തൊലിപ്പിക്കാൻ കണ്ട. ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോ മുസ്ലിങ്ങളെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന സുലൈമാൻ. ഒന്ന് പോടാ ചങ്ങാതി ചിരിപ്പിക്കാതെ.